ഇവിടെ വിവാദ നായകനും SFIയുടെ മുൻ സംസ്ഥാന സെക്രട്ടറിയുമായിട്ടുള്ള ആർഷോ, ഈ ആർഷോയ്ക്ക് മഹാരാജാസിൽ ചില വഴിവിട്ട സഹായം ചെയ്തു കൊടുക്കും. ആർഷോ എന്തോ ആർക്കിയോളജിയുടെ എന്തോ PG കോഴ്സ് പഠിച്ചത്. അദ്ദേഹം പിന്നെ ആർക്കിയോളജിയിലെ 5 വർഷ കോഴ്സായിരുന്നു. അപ്പം അദ്ദേഹം ചെയ്തത് ഇയാൾക്ക് അറ്റൻഡൻസ് ഇല്ല, പരീക്ഷ എഴുതാനുള്ള സമയം കിട്ടില്ലല്ലോ. ഇല്ല, കാരണം നേതാവ് ഫുൾ ടൈം ചാരി നിൽക്കുന്നു എന്നായിരുന്നു PK ശശി പറഞ്ഞത്. അപ്പം ആർക്കിയോളജി ഇൻ്റഗ്രേറ്റഡ് കോഴ്സാണ്, 5 വർഷമാണ്. അപ്പോൾ ഇതിന് ആവശ്യമായിട്ടുള്ള പിന്നെ അറ്റൻഡൻസ് ഇല്ലാതെ വന്നപ്പോൾ ഈ പ്രിൻസിപ്പലായിരുന്ന ഡോക്ടർ VS ജോയി, ഇദ്ദേഹം ഈ ആർഷോയ്ക്ക് അനധികൃതമായിട്ട് അറ്റൻഡൻസ് ഇട്ടു, ഒരളവ് കൊടുത്തു. കാരണം യൂണിയൻ ഭാരവാഹിയാണ്, യൂണിയൻ അല്ല, സംസ്ഥാന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന ഭാരവാഹിയാണല്ലോ. അപ്പോൾ പഠിക്കാൻ സമയമില്ല. അതെ, അങ്ങനെ ഇട്ടുകൊടുത്തതിന് ശേഷം എന്ത് സംഭവിക്കുന്നു എന്നറിയാമോ? ഇത് ചട്ടലംഘനമാണെന്ന് കണ്ടെത്തിയത് പ്രിൻസിപ്പലിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ്. പ്രിൻസിപ്പൽ ഭയന്നിട്ടായിരിക്കും, ഉറപ്പല്ലേ, കമ്മിയായിരിക്കും, അതല്ലെങ്കിൽ ഭയന്നിട്ടായിരിക്കും, കാച്ചിക്കളയെന്ന് പറഞ്ഞു കാണും. അപ്പം അതായത് 6ാം സെമിസ്റ്റർ പരീക്ഷ ഇയാൾ പാസ്സാകാതെ ഇയാൾക്ക് 7ാം സെമിസ്റ്ററിലേക്ക് പ്രവേശനം കൊടുക്കും. അത് പലർക്കും അങ്ങനെയാണല്ലോ, ജയിക്കാതെ വേറെ കായംകുളത്ത് കണ്ടൊരു നേതാവിന് ഇതുപോലെ കിട്ടിയതല്ലേ, ഡിഗ്രി ജയിക്കാത്ത ഒരാളിന് PGക്ക് അഡ്മിഷൻ കൊടുത്തത്. അപ്പോൾ ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ, 75% ഹാജരാണ് 5ഉം 6ഉം സെമിസ്റ്റർ പരീക്ഷ എഴുതാൻ വേണ്ടത്. ഇയാൾക്ക് 10% ഹാജർ. ഈ 10% ഹാജർ വേണ്ട സ്ഥലത്ത് ഇയാൾ അതുപോലെ തന്നെ പിന്നെ യൂണിയൻ്റെ പേരിലും സർവകലാശാലയും കോളേജ് യൂണിയൻ്റെയൊക്കെ പേരിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾക്ക് 27 ദിവസത്തെ ഹാജർ അങ്ങനെ ഗിഫ്റ്റ് കൊടുത്തു. അപ്പോൾ അത് ചട്ടലംഘനമാണ്. കാരണം ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ വെറും 15 ദിവസത്തേക്കുള്ളിൽ ഹാജർ കൊടുക്കാൻ പറ്റും. അവിടെയാണ് 30 ദിവസത്തിനടുത്ത് 27 ദിവസത്തേക്ക് ഇരട്ടി ഹാജർ ഇദ്ദേഹം കൊടുത്തത്. ഈ പ്രിൻസിപ്പൽ കൊടുത്തു. അപ്പോൾ ഈ പ്രിൻസിപ്പൽ ഈ VS ജോയി കൊടുത്ത ഈ ചോദ്യത്തിന് ഈ ചെയ്ത ഈ നടപടിക്കെതിരെ രജിസ്ട്രാർ റിപ്പോർട്ട് കൊടുത്തു. MG യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രാർ ഇതിനകത്ത് റിപ്പോർട്ട് കൊടുത്തു. ഇദ്ദേഹത്തിൻ്റെ സ്ഥാനക്കയറ്റം ചട്ടവിരുദ്ധമാണെന്നും ഇതേപ്പറ്റി യൂണിവേഴ്സിറ്റി അന്വേഷണം നടത്തിയപ്പോൾ യൂണിവേഴ്സിറ്റിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ മറുപടി കൊടുത്തു. ഈ പ്രിൻസിപ്പൽ കൊടുത്തു. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പം എന്ത് സംഭവിച്ചു? പ്രിൻസിപ്പലിനെതിരെ നടപടിയെടുക്കും. അപ്പോൾ സിൻഡിക്കേറ്റ് യോഗം ഇന്നലെ ലാസ്റ്റ് സിൻഡിക്കേറ്റ് യോഗം, ഈ സിൻഡിക്കേറ്റ് യോഗം കൂടിയപ്പോൾ രജിസ്ട്രാർ തന്നെ വിശദീകരിച്ചു, മഹാരാജാസ് കോളേജിൽ നിന്ന് വന്ന വിശദീകരണം തെറ്റായിരുന്നു, ഈ പ്രിൻസിപ്പലിന് എതിരെ നടപടി വേണം എന്നുള്ളത് ഇന്നലെ അങ്ങനെ വേണം. അപ്പോൾ ഇപ്പോൾ എന്താണ് സംഭവം? ഇപ്പോൾ ഇരിക്കുന്ന സിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ഇടത് സിൻഡിക്കേറ്റ്. കേരളത്തിലെ ഒരുവിധപ്പെട്ട സർവകലാശാലകളിലൊക്കെ തന്നെ കേരളം ആര് ഭരിച്ചാലും സിൻഡിക്കേറ്റ് മെമ്പർമാർ ഇടത് സിൻഡിക്കേറ്റ് മുഴുവൻ ഇടതുപക്ഷക്കാർ. അപ്പോൾ അവരെന്തെന്നറിയോ? പ്രിൻസിപ്പൽ ഇത് കാണിച്ച ഈ വിഷയത്തെ അങ്ങ് ന്യായീകരിച്ചിട്ടൊരു താക്കീത് കൊടുത്തു, മേലിൽ ആവർത്തിക്കരുത്. അങ്ങനെ ഇപ്പോൾ പ്രിൻസിപ്പലല്ല, മേലിൽ ഇത് ആവർത്തിക്കരുത്, പരിപാടി കൊടുക്കരുത്. നമ്മൾ കുട്ടികളെ അടിക്കാൻ പിടിച്ചിട്ട് പിന്നെ തൽക്കാലത്തേക്ക് ഞങ്ങൾക്കൊരു താക്കീതാണ്, ഇനി മേലിൽ ഇത് ആവർത്തിക്കരുതെന്ന് പറയുന്നത് പോലെ പ്രിൻസിപ്പലിനോട് പറഞ്ഞു. മുൻ പ്രിൻസിപ്പലല്ലേ, ഇയാൾ റിട്ടയർ ചെയ്തോ വേറെ വല്ല ഇനി അന്വേഷിച്ചാൽ ഇയാൾക്ക് വേറെ വല്ല പള്ളി പദവിയും കിട്ടിയിട്ടുണ്ട്. ആർഷോ കനിഞ്ഞ് ചിലപ്പോൾ എന്തെങ്കിലും ഇയാൾക്ക് വല്ല PSC മെമ്പർ സ്ഥാനം വല്ലതും കൊടുത്തിട്ടുണ്ടെന്ന് അന്വേഷിച്ച് നോക്കി അറിയാം. പിണറായി വിജയനേക്കാൾ ധാർഷ്ട്യത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരു വിദ്യാർത്ഥി നേതാവായിരുന്നു ഈ ആർഷോ. കാരണം ഇയാൾ ഉണ്ടാക്കാത്ത കുഴപ്പങ്ങളൊന്നുമില്ല, പക്ഷേ ഇപ്പോഴും അദ്ദേഹം വീരപരിവേഷമാണ്. CPMൻ്റെ മാസാണ്. അപ്പം ഈയിടെയാണ് അദ്ദേഹത്തിന് വിവാഹം കഴിഞ്ഞത്. വിവാഹം കഴിഞ്ഞപ്പോൾ തന്നെ വിവാഹത്തിനകത്ത് വധുവായിട്ട് വന്ന പെൺകുട്ടിയെ കണ്ടപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞു, ഇവർ തമ്മിൽ ഒരാൾ വ്യാജ അറ്റൻഡൻസ്, ഒരാൾ വ്യാജ നിയമനോത്തരം അല്ല വ്യാജ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്. എന്താണെങ്കിലും നമ്മളൊന്ന് ഇതിനകത്തെല്ലാം നമ്മൾ കോമൺ ആയിട്ടൊരു ഫാക്ടർ പിണറായി വിജയൻ ആണെന്നുള്ളതാണ്. അതായത് പിണറായി ഭരണത്തിന് കീഴിൽ നടക്കാത്തതെന്തും നടക്കും, അതായത് സാധ്യമാകാത്തതെന്തും ഞങ്ങൾ സാധ്യമാക്കും. അതെ, മറ്റാരാണ് ഇങ്ങനെ സാധ്യമാക്കാൻ ഉള്ളത്? അപ്പോൾ ഇങ്ങനെ ഒരു വിദ്യാർത്ഥി നേതാവ് കോളേജിലും വരില്ല, ക്ലാസ്സിലും കയറില്ല, ശശി പറഞ്ഞ പോലെ ഒരു സൈഡിനോട്ട് മാറിയിരുന്ന് തലയൊടുക്കി ഇങ്ങനെ ഇരിക്കാൻ മാത്രമായിട്ടുള്ള ഒരു വിദ്യാർത്ഥി നേതാവ്. ഈ വിദ്യാർത്ഥി നേതാവിന് വേണ്ടി വഴിവിട്ട് എന്തൊക്കെ സഹായങ്ങളാണ് ഇവിടുത്തെ യൂണിവേഴ്സിറ്റി അധികൃതരും ഇവിടുത്തെ കോളേജ് അധികൃതരും ചെയ്തു കൊടുത്തത് എന്ന് നോക്കുക. അത് ഇയാൾക്ക് മാത്രമല്ല കിട്ടിയത്. കായംകുളത്ത് ഒരുത്തൻ BCom പാസ്സാകാതെ MCom പോയി, അവൻ കൊണ്ടുവന്നവൻ വ്യാജ സർട്ടിഫിക്കറ്റ്.
ഈ വ്യാജ സർട്ടിഫിക്കറ്റ് പിന്നെ എങ്ങനെ കണ്ടുപിടിച്ചു എന്ന് ചോദിച്ചാൽ കോളേജ് അധികൃതരല്ല കണ്ടുപിടിച്ചു, അല്ലാതെ യൂണിവേഴ്സിറ്റിയിലും കണ്ടു ചെല്ലുമ്പോഴാണ് കണ്ടുപിടിക്കുന്നത് ഇങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി ഇല്ല എന്നുള്ളത്. ഇതുപോലെ ഡിഗ്രി എടുത്തു പോയ ഒരുപാട് ആളുണ്ട്. അതാണ് നമ്മൾ പറഞ്ഞു വന്നത്, മുമ്പേ പറഞ്ഞത്, ഇതിൽ പലരും PSC വഴി അകത്ത് കയറിയിട്ടുണ്ട്. അന്ന് പിടിവീഴുന്ന പോലെ മനസ്സിലായത് തിരുവനന്തപുരത്ത്. അത് അന്ന് അവന്മാർ ഈ അടിപിടിക്ക് പോയില്ലായിരുന്നു, അവന്മാർ ഇപ്പോൾ ഇവിടെ പോലീസായിട്ട് നടന്ന് നാട്ടുകാരെ തല്ലിയേനെ. അതെ, അതാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ ഈ ആർഷോയെ പോലെയുള്ള ക്രിമിനലുകൾ എന്നല്ലാതെ വേറൊന്നും നമുക്ക് ഇയാളെ വിളിക്കാൻ സാധിക്കില്ല. കാരണം ഇയാൾ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തി നമുക്കറിയാവുന്നതാണ് അല്ലേ. ഇവർ ചെയ്തിരുന്ന ആകെയുള്ള സമരം എന്താണ്? ഒരു ഗവർണർ തോളെ കയറാന്നുള്ളത്, അല്ല എന്താ സമരം അവർ ചെയ്തു? അത് കാലത്ത് ഒരു പണി അയാൾ നടന്നതുമില്ല. ഇല്ല, അയാൾ അതിനെക്കാട്ടി ചട്ടമ്പിയായിരുന്നു. അയാൾ ഇവന്മാരെ വരയിൽ നിർത്തി വരച്ചാൽ ഇവരെ ഇവിടെ കിടന്ന് തള്ളുന്നുണ്ട്, ഞങ്ങളെ ഗവർണറെ മുട്ടുകുത്തിച്ചു. ആരും എങ്ങും ആരെയും മുട്ടുകുത്തിച്ചില്ല. പണ്ട് വിളവല സാറിനെ മുട്ടുകുത്തിക്കാൻ നടന്നിരുന്നല്ലോ. ഞങ്ങൾ അധ്യാപകനായിരുന്നു അദ്ദേഹം, അപ്പോൾ വൈസ് ചാൻസലറായി. അദ്ദേഹത്തിൻ്റെ വ്യാജ ഡിഗ്രി എന്നൊക്കെ പറഞ്ഞ് സമരം ചെയ്തു. അവസാനം അദ്ദേഹത്തിൻ്റെ ഒരു ഗംഭീര സാധനം കിട്ടി. SFയുടെ, ഞാൻ പേര് പറഞ്ഞില്ല, എന്ന് ജീവിതത്തിലില്ലാത്ത ആളാണ്. SFയുടെ ഒരു വമ്പൻ നേതാവിൻ്റെ ഇത് ആൾ മാറ്റി വെച്ച് പരീക്ഷ എഴുതുക. ഇവരെ സ്ഥിരം പരിപാടി. ഞങ്ങൾ യൂണിവേഴ്സിറ്റി പരിപാടിയുണ്ട്, എനിക്ക് പകരം വിശാഖം പോയിരുന്ന് എഴുതും. അപ്പോൾ അതാണ് സ്ഥിരം പരിപാടിയായിരുന്നത് അവിടെ. അന്ന് അവിടുത്തെ അധ്യാപകരും ഈ പ്രിൻസിപ്പലൊക്കെ കൂട്ടിയിരിക്കുമായിരുന്നു. കൃത്യമായിട്ട് അത് പിടി വീഴും. ഇവർ സർവ്വ സ്വാധീനം ചെലുത്തി നോക്കി അദ്ദേഹത്തിന്. എന്തിനേറെ ഈ അദ്ദേഹത്തിൻ്റെ അതേ സമുദായത്തിൽപ്പെട്ട ആളാണെന്നാണ് പറയപ്പെടുന്നത്. ആ സമുദായ മേലധ്യക്ഷന്മാരെ കൊണ്ടുവരെ പറയിച്ചു നോക്കി. അദ്ദേഹം പറഞ്ഞു, ഇല്ല ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന്. കാരണം എൻ്റെ ജീവിതം തകർത്തവനാണ് അവൻ, ഞാൻ വിടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് കീഴടക്കി. പിന്നെ വളരെ സാറിനെ വിളിച്ചുകൊണ്ട് പോയി AK സെൻറ്ററിൽ നടന്ന അന്താരാഷ്ട്ര മാധ്യമ സെമിനാറിൽ മുഖ്യ പ്രഭാഷകനാക്കുകയും ഇപ്പോഴും CPMൻ്റെ വലിയ നേതാവായ ഒരാൾ സ്വാഗതം പറഞ്ഞപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അറിയപ്പെടുന്ന പ്രമുഖ മാധ്യമ വിദഗ്ധനായ ഡോക്ടർ JV വിളനിലാന്ന് ഞാൻ സ്വാഗതം ചെയ്യുന്നു എന്ന് അദ്ദേഹം അന്തസ്സായിട്ട് പ്രസംഗിക്കുകയും ചെയ്തു. ഇവിടെയും സെയിം സംഭവമാണ് നമ്മൾ പറയുന്നത്. എന്താണെന്ന് അറിയാമോ? ഈ പറഞ്ഞ CPMൻ്റെ സിൻഡിക്കേറ്റ് ആയിരിക്കുന്നത് ആണല്ലോ. അവരെല്ലാവരും ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് ഇത്രയും നാൾ ചെയ്ത വേലകളെല്ലാം ശുദ്ധീകരിച്ച് മുന്നോട്ട് പോകണം. അല്ല, മാത്രമല്ല ഈ സിൻഡിക്കേറ്റ് ചിലപ്പോൾ ഒരുപക്ഷെ UDF തുടർന്നാലും എല്ലാ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ സിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷം തന്നെയായിരിക്കും. സിൻഡിക്കേറ്റ് മെമ്പർമാർ സെനറ്റ് അംഗങ്ങളിൽ നിന്നാണ് തിരഞ്ഞെടുക്കുന്നത്. ഇപ്പോൾ CPMമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വീട്ടിലുള്ള പിള്ളേരെ എല്ലാം ഡിഗ്രി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കൊണ്ട് രജിസ്റ്റർ ചെയ്യിപ്പിക്കും. രജിസ്റ്റേർഡ് ഗ്രാജുവേറ്റ്സിൻ്റെ കോട്ടത്തിൽ നിന്നാണ് ഏറ്റവും അധികം സെൻട്രൽ മെമ്പർമാർ വരുന്നത്. അവിടെ സിൻഡിക്കേറ്റ് ഇലക്ഷൻ വരുമ്പോൾ സ്വാഭാവികം അവർ ജയിക്കും. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നമുക്കറിയാം, സഹകരണ സംഘങ്ങൾ CPM ഭരിക്കുമ്പോൾ അവരുടെ വീട്ടിൽ ഓരോ കുട്ടിക്ക് 18 വയസ്സ് കഴിയുമ്പോൾ അവരുടെ മെമ്പർഷിപ്പ് എടുക്കും. കോൺഗ്രസ്സുകാർ അത് ശ്രദ്ധിക്കില്ല. അപ്പോൾ കോൺഗ്രസ്സുകാർ ഇത് പണ്ട് ഇത് ചെയ്തിരുന്നെങ്കിൽ അവർക്ക് സിൻഡിക്കേറ്റ് സെൻറ്റർ കൂടിയാണ്. അവർക്ക് താല്പര്യമില്ല, അവർക്ക് മേലനങ്ങാൻ വയ്യാത്തോണ്ട് അവർ ചെയ്യും. ഇപ്പം എന്താണെങ്കിലും ശരി, ഇതുമാതിരിപ്പെട്ട ഈ കേസുകളിലെല്ലാം ഇതോടെ ആർഷോ പഠിത്തവും നിർത്തി, അത് ഡിസ്കണ്ടിന്യൂ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇമാതിരി കേസുകളിലെല്ലാം പുനരന്വേഷണം നടത്തുക എന്നുള്ളത് മാത്രമാണ് ഇനി മുന്നിലുള്ള ഏക പോംവഴി. ഈ 5 വർഷം കൊണ്ടൊന്നും ഇത് തീരില്ല. എന്തുമാത്രം കേസാണ് 1, 2, 3 വരുന്നത്. ഡെയിലി ഓരോ സംഭവങ്ങളാണ് മുന്നോട്ട് വരുന്നത്. എന്താണെങ്കിലും ഈ ഭരണം മാറിയതിൻ്റെ യാതൊരു ഫീലും നമ്മുടെ നാട്ടിൽ ഇല്ല എന്നുള്ളതാണ് പരമമായ സത്യം.